സംരംഭം ഫ്രണ്ട്സ് ഫോർ ക്യാൻസർ കെയർ വളരെ ശ്ലാഘനീയമായ ഒരു പ്രസ്ഥാനമാണ്. പ്രത്യേകിച്ചും ശ്രീ പായ് അതിനെപ്പറ്റി വിശദമായി നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ഇത് ക്യാൻസർ മൂലം വളരെ ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരന്മാർക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്നത് എനിക്ക് ഒട്ടും സംശയമില്ല. ഇന്നിപ്പോൾ കേരളത്തിലുള്ള ക്യാൻസർ പേഷ്യൻസിൻ്റെ 25% ഏകദേശം ഈ നോർത്തേൺ കേരളയിൽ മാത്രം ഉള്ളവരാണ്. അവർക്ക് ഇപ്പോൾ വിദഗ്ധമായിട്ടുള്ള ചികിത്സ ലഭിക്കണമെങ്കിൽ ഒന്നുകിൽ തിരുവനന്തപുരത്ത് പോകണം, അല്ലെങ്കിൽ മണിപ്പാൽ ഹോസ്പിറ്റലിൽ പോകണം. ഇത് രണ്ടും വളരെ ദൂരം ഉള്ള കാര്യമാണ്. പക്ഷെ അതേസമയം ക്യാൻസറിൻ്റെ പല ഘട്ടങ്ങളിൽ ആദ്യത്തെ പരിശോധനയും അതുപോലെ രോഗനിർണയവും പിന്നെയുള്ള വിദഗ്ധ ചികിത്സയും അത് കഴിഞ്ഞിട്ടുള്ള പരിചരണവും വളരെ പ്രധാന ഘടകങ്ങളാണ്. ഞങ്ങൾ ഇവിടുത്തെ ടെലിമെഡിസിൻ സെന്ററിൽ പോയത് രണ്ടുപേർക്കും വായ്ക്ക് സംബന്ധിച്ചിട്ടുള്ള ക്യാൻസർ രോഗമായിരുന്നു. അവരെ സർജറിക്കും റേഡിയേഷനും വിധേയമാക്കി അതിനുശേഷമുള്ള അവരുടെ പരിചരണം എങ്ങനെ നൽകുമെന്നുള്ളത് ടെലിമെഡിസിൻ മുഖേന ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയുണ്ടായി. ഇത് വളരെയേറെ കോസ്റ്റ് എഫക്റ്റീവും ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഒരാൾ തിരുവനന്തപുരത്ത് പോകാനുള്ള ബൈസ്റ്റാൻഡേക്ക് പോകാനുണ്ട് 4000 മുതൽ 5000 രൂപ വരെ ചെലവ് വന്നിരിക്കും. അത് ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരികയാണെങ്കിൽ അന്ന് തന്നെ അവർക്ക് മടങ്ങി പോകണമെങ്കിൽ കൂടിയ 100-200 രൂപ മാത്രമേ ചെലവ് വരികയുള്ളൂ. അതേസമയം ഉദ്ദേശിച്ച ഫലം കിട്ടുകയും ചെയ്യും. അപ്പോൾ ടെലിമെഡിസിന് ഇത് വളരെയേറെ സാധ്യതകൾ ഉള്ള ഒരു ചികിത്സാ പ്രസ്ഥാനമാണ്. മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു മേഖലയിൽ വളരെ ഒരുമയോടെ പ്രവർത്തിക്കുക എന്നുള്ളത് വളരെയേറെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതിനുവേണ്ടി ഇത്തരം സൊസൈറ്റികൾക്ക് പലരും ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ചും പേഷ്യൻസിന് ഒരു മനോധൈര്യം കൊടുക്കുക, അവർക്ക് രോഗത്തിന്റെ നല്ലതും ചീത്ത വശങ്ങളെ പറഞ്ഞു കൊടുക്കുക, അവരുടെ ജീവിതശൈലി എങ്ങനെയാണ് മാറ്റിക്കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക, പിന്നെ പഴയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിന് ഈ വോളണ്ടറി ഓർഗനൈസേഷൻ ഫ്രണ്ട് ഫോർ ക്യാൻസർ കെയർ എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട്.